thank you for patiently coming and listening God's word. ദൈവവചനം കേൾക്കാൻ താല്പര്യത്തോടെ കടന്നു വന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ടുഡേ ഐ ബിലീവ് ഗാഡ് ഈസ് ഗോയിങ് ടു ടോക്ക് ടു എവറി വൺ ഓഫ് അവർ ഹാർട്ട്സ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവമായ കർത്താവ് നിശ്ചയമായി നമ്മുടെ ഹൃദയമായി സംസാരിക്കാൻ പോവുകയാണ്. സോ ഐ ബിലീവ്, ആർ യു റെഡി ടു റിസീവ് ഫ്രം ഗാഡ്? ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ റെഡിയാണോ? Hallelujah. I taught in my church recently, even in today morning itself, I said, if you come to the presence of God, come with an awareness that I came to bring something to God. So what you will bring to God? ഞാൻ സഭയോടൊന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്? കർത്താവിന് കൊടുക്കാനായി വരുന്നവരാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ കർത്താവിന് നമ്മൾ കൊടുക്കാൻ വന്നവരാണ്. സോ എന്താണ് നമ്മൾ കർത്താവിന് കൊടുക്കുന്നത്? എന്താണ് നമ്മൾ കർത്താവിന് കൊടുക്കുന്നത്? You and I can give to the Lord, the praises and thanks for His goodness and His mercy and the life which God has given to our life. These all things we need to be thankful to the Lord. നമുക്ക് തന്ന ജീവനെ ഓർത്ത്, ആയുസ്സിനെ ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത് എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടവരാണ്? കർത്താവിന് നന്ദി പറയേണ്ടവരാണ്. Hallelujah. Secondly, we came here, we coming to the presence of God to listen from Him, to receive from Him. Okay, കർത്താവിൽ നിന്ന് പ്രാപിക്കാനാണ് നമ്മൾ വാഞ്ചയോടെ കടന്നു വരുന്നത്. സോ വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ റിസീവ് ഫ്രം ദ ലോർഡ്? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുന്നത് ചോദിച്ചാൽ, വി ക്യാൻ റിസീവ് ഫ്രം ദ ലോർഡ്. വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ റിസീവ്? ദ വേർഡ് ഓഫ് ഗാഡ് ആൻഡ് ഹിസ് ഗിഫ്റ്റ്സ് ആൻഡ് ഹിസ് ഗ്രേസ് ആൻഡ് ഹിസ് ബ്ലെസ്സിങ്സ് ആൻഡ് ഹിസ് ഹോളി സ്പിരിറ്റ്. ദീസ് ഓൾ വി ക്യാൻ റിസീവ് ഫ്രം ഹിം. ദൈവത്തിൽ നമ്മൾ പ്രാപിക്കാനും കൂടിയാണ് വരുന്നത്. സോ വിത്ത് സച്ച് ആൻ എക്സ്പെക്ടേഷൻ, ആ പ്രതീക്ഷയോടെ please listen to the God's word. Okay, ദൈവവചനത്തെ ദയവായി ശ്രദ്ധിച്ചാൽ, if you come to the presence of God with such a thirsty heart, surely God will honor it and He will bless every one of us. Okay, നമ്മൾ വളരെ വാഞ്ചയോടെ താല്പര്യത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത് വന്നാൽ നിശ്ചയമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കർത്താവിൽ നിന്ന് പ്രാപിക്കാനായി കഴിയും. Okay, so today I just want to read. This is like a Good Friday, right? ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയുടെ ആചരണമാണ് എല്ലായിടത്തും നടക്കുന്നത്, സഭകളിലെല്ലാം നടക്കുന്നത്. സോ ഐ വോണ്ട് ടു ജസ്റ്റ് ടേക്ക് യുവർ അറ്റൻഷൻ ടു ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 5 and 6. ഞാൻ നിങ്ങൾക്ക് ഈ നിമിഷം നിങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യം. I will read it first of all in English, then I will read it in Malayalam. Okay, ഒന്നാമതായി ഇംഗ്ലീഷിൽ വായിച്ചതിന് ശേഷം മലയാളത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാം. Okay, Revelation chapter 1 verse 5 and 6. And from Jesus Christ, the faithful witness, the firstborn from the dead, and the ruler over the kings of the earth, to Him who loved us and washed us from our sins in His own blood and has made us kings and priests to His God and Father, to Him be glory and dominion forever and ever. Amen. Okay, അതിൻ്റെ മലയാളം ഇങ്ങനെ പറയുന്നത്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം. ഹല്ലേലൂയ. അതിൻ്റെ 6-ാം വാക്യം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മെ സ്നേഹിക്കുന്നവൻ നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ വിടുവിച്ച് പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന്. സോ the first thing we must realize, this is very clearly it says, He washed us by His own blood. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, യേശു കർത്താവ് നമ്മെ എന്തുവാണ്? തൻ്റെ രക്തത്താൽ കഴുകി എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ?
Just think about that. അതിനെക്കുറിച്ച് ചിന്തിച്ചേ. He washed us by his own blood. തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു. So this is, it can be also connected with a good Friday message. Okay, നമുക്കിത് എന്താണ് ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ഈ ദിവസത്തെ കൂടെ നമുക്ക് എന്ത് ചെയ്ത് കണക്ട് ചെയ്ത് ചിന്തിക്കാം. Okay, how you and I are getting this washing by the blood of Jesus Christ. യേശുവിൻ്റെ രക്തത്താൽ ഒരു കഴുകൽ പ്രാപിക്കണമെന്ന് പറയുന്നെങ്കിൽ അത് ഏത് മണ്ഡലത്തിലാണ്, in which area of our life is going to be washed by the blood of Jesus Christ. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്ന ഭാഗം ഏതാണ്? Okay, when you mention about the water washing by the water, what does that mean? ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ വെള്ളത്താൽ കഴുകപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ വെള്ളത്താൽ കഴുകപ്പെടുകയാണ്. So what does that mean? That means that person is thinking like, when a person individually, when they say, it is like they are washing their body or either it is washing their clothes. അല്ലേ, ഒരാൾ വെള്ളം കൊണ്ട് ഞാൻ കഴുകുന്നു എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഒരു വ്യക്തിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തെ വെള്ളം ഉപയോഗിച്ച് കഴുകി ശുദ്ധീകരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വസ്ത്രത്തെ എന്ത് ചെയ്യുന്നു, കഴുകി ശുദ്ധീകരിക്കുന്നു. വെള്ളത്തെ അതിനാണ് ഉപയോഗിക്കുന്നത്. ബട്ട് വാട്ട് ഈസ് വാഷിംഗ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്? യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? റിയലൈസ് ആൻഡ് നോ every sin of the humanity. So the Bible, when you read in 1 John chapter 1 verse 1 യോഹന്നാൻ ലേഖനം ഒന്ന് നോക്കി. There in verse chapter 1 അതിൻ്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. Hallelujah, thank you Jesus. 1 John, it says like this in verse 7, the blood of Jesus Christ the blood of Jesus Christ cleanses from all sin. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നു. The blood of Jesus Christ cleanses you from all unrighteousness. സകല ശുദ്ധികളെയും സകല പാപങ്ങളെയും യേശുവിൻ്റെ രക്തം ശുദ്ധീകരിച്ചു. So which area of the human being the blood of Jesus Christ is washing? ഒരു മനുഷ്യനിലെ ഏത് ഭാഗത്തെയാണ് യേശുവിൻ്റെ രക്തം വിശുദ്ധീകരിക്കുന്നത്? I already told you, when a person say they washed by water, that means they are washing their clothes by water or their body by water. അല്ലേ, ഒരു വ്യക്തി വെള്ളം കൊണ്ട് ഞാൻ കഴുകുന്നെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരുപക്ഷെ ആ വ്യക്തിയുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാകാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വസ്ത്രത്തെ വിശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാകാം. But when a person say the blood of Jesus Christ wash me from all unrighteousness, that means that is the part of the spirit of man. ആ ഏതഴുക്കാണ്, ഏത് പാപമാണ് വിശുദ്ധീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ the dirtiness of the spirit inside, the dirtiness which is inside, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപക്കറകളെയാണ് യേശുവിൻ്റെ രക്തം കഴുകി ശുദ്ധീകരിക്കുന്നത്. Hallelujah, thank you Jesus. So remember and understand, here in the Revelation, book of Revelation, it says, വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ വായിച്ചേ, unto him who loved us, നമ്മെ സ്നേഹിക്കുന്നവൻ. Hallelujah. And who, it says like this, to him who loved us and washed us from our sins in his own blood. നമ്മെ സ്നേഹിക്കുന്നവനും തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കിയവനും. Remember and understand that, please. So he is cleansing your darkness of inside. Do you understand? When a person walking in the lifestyle of the sin, ഒരു മനുഷ്യൻ എപ്പോഴാണോ പാപത്തിൻ്റെ ഒരു വഴിയിൽ ഒരു വ്യക്തി നടക്കുന്നത്, ഒരു വ്യക്തി എപ്പോഴാണോ പാപത്തിൻ്റെ വഴി നടക്കുന്നത്, does that sin and goes on, അല്ലേ, ഒരു വ്യക്തി പാപം ചെയ്യുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു.
But the main understanding of the scripture is, when a person do sin, that inside of them, their spirit man become dirty. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ, ആ മനുഷ്യൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ, ദൈവവചനത്തിന് വിരുദ്ധമായത് ചെയ്യുമ്പോൾ, ആ വ്യക്തിയുടെ ആത്മാവിലാണ് പാപക്കറ എന്ത് ചെയ്യുന്നത്, വന്ന് ഭവിക്കുന്നതെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. ബട്ട് താങ്ക് ഗാഡ്, ജീസസ് പെയ്ഡ് ദ പ്രൈസ് ഫോർ യുവർ ഫോർഗീവ്നെസ് ആൻഡ് മൈ ഫോർഗീവ്നെസ്. യേശുവിൻ്റെ രക്തം നിങ്ങളുടെയും എൻ്റെയും പാപക്കറകളെ കഴുകിക്കളയാൻ നൽകിയതിനായി സ്തോത്രം. ആർ യു ഹാപ്പി നൗ ബൈ ഹിയറിംഗ് ഗോഡ്സ് വേർഡ്? ദൈവവചനം കേട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ സന്തോഷിക്കാൻ കഴിയുമോ? ബൈ നോയിങ് ഹി വിൽ forgive and cleanse you from all unrighteousness. നിങ്ങളെ സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ യേശുവിൻ്റെ രക്തം ശക്തിയുള്ളതാണ്. സോ now remember, when Jesus hanged on the cross, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ക്രൂശീകരിക്കപ്പെട്ടപ്പോൾ, the blood which was gushed out of the body, that was for the forgiveness of our sins. യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകപ്പെട്ട രക്തമെന്ന് പറയുന്നത് പരിശുദ്ധമാണ്. ആ രക്തം എന്തിനു ചൊരിഞ്ഞുവെന്ന് ചോദിച്ചാൽ, മനുഷ്യവർഗത്തിൻ്റെ, നോട്ട് ഓൺലി ഫോർ വൺ പേഴ്സൺ, നോട്ട് ഓൺലി ഫോർ ടു പേഴ്സൺ, ബട്ട് ഫോർ ദ ഹോൾ വേൾഡ്, ഫോർ ദ ഹോൾ ഹ്യൂമാനിറ്റി. ഹല്ലേലൂയ. ഫോർ എവ്രിവൺ, for the generations to come, for everyone, he paid the price on the cross. So when a person's the darkness of inside removes, ഒരു മനുഷ്യൻ്റെ ഈ പാപക്കറ ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ നീക്കപ്പെടുമ്പോൾ, that person become freed. They will get a freedom, because the sin brought bound or bondages in humanity. പാപം മനുഷ്യൻ്റെ ഉള്ളത്തിൽ, ജീവിതത്തിൽ എന്ത് നൽകുന്നു? ബന്ധനങ്ങളെ സൃഷ്ടിക്കുന്നു. ബട്ട് വെൻ യു വിൽ ബി forgiven by Jesus Christ, by his precious blood, you will be set free from that dirt. The dirts will be removed from you. ആ അഴുക്കുകൾ, മലിനതകൾ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. Then you will get a freedom. So when the dirtness comes, usually that in the past, when the dirt of sin comes, then do you know what happens? The devils used to come and take possessions in those areas, because the Bible is clearly says, the name of the devil, one of the name is unclean spirit. അല്ലേ? പിശാചിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് അശുദ്ധാത്മാവെന്നാണ്. That means those unclean spirits like uncleanness. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഈ അശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധിയിൽ വസിക്കുക. ഹല്ലേലൂയ. So remember, because of the sin, devil brought the humanity condemnation. പാപമുഖാന്തരമായി പിശാച് ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, മനുഷ്യൻ എന്ത് ചെയ്തു? ഫസ്റ്റ് കുറ്റബോധം നൽകി. Secondly, through that area of open door, the devil's unclean spirits used to take some possessions in those areas. പിശാച് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അവരുടെ ജീവിതത്തിൽ സ്വാധീനങ്ങൾ ചെലുത്താൻ ശ്രമിക്കുമായിരുന്നു. ബട്ട് താങ്ക് ഗാഡ്, when Jesus paid the price for the forgiveness of you and me. So when you say, so how you can receive that forgiveness? എങ്ങനെ നിങ്ങൾക്ക് ആ പാപക്ഷമ പ്രാപിക്കാൻ കഴിയും? By saying, dear Jesus, come into my life, forgive my sin, I receive you as my Lord and my Savior. യേശുവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, അങ്ങേ ഞാൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾ വാ തുറന്ന് പറയുമ്പോൾ, with your own words, by your mouth, you must say that, dear Jesus, come into my life, and I believe that you died on the cross for the forgiveness of my sins. യേശുവേ, അങ്ങ് ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഡിയർ ജീസസ്, കം ഇൻ ടു മൈ ലൈഫ്. യേശുവേ, എൻ്റെ ജീവിതത്തിൽ വരണമേ. forgive my sin, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. be my Lord, my heavenly Father, my loving God in my life. എൻ്റെ ജീവിതത്തിൻ്റെ നാഥനായി, കർത്താവായി അങ്ങ് തീർന്നാലും. So when you say that, the Lord does that work in you.
കർത്താവ് നിശ്ചയമായി തൻ്റെ ആ പ്രവൃത്തികൾ, ബിക്കോസ് ഹി സെഡ് ഹിയർ ഇൻ ദിസ് വേർഡ് ഹി ലവ്സ് യു. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. So here another one scripture, book of Hebrews. Then I think we will pray. Okay, book of Hebrews chapter 9. എബ്രായ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായം വേഴ്സ് 14 and 15, അതിൻ്റെ 14-15 വാക്യം. ഓക്കെ, സോ ഐ വിൽ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്, ദെൻ ഐ വിൽ റീഡ് ഇറ്റ് ഇൻ മലയാളം. ഓക്കെ, ആദ്യം ഞാൻ ഇംഗ്ലീഷ് വായിച്ചതിന് ശേഷം അതിൻ്റെ മലയാളം കൂടെ ഞാൻ വായിക്കാവേ. How much more shall the blood of Christ, who through the eternal Spirit offered himself without spot to God, cleanse your conscience from dead works to serve the living God. Hallelujah. For this reason, he is the mediator of the new covenant by means of death, for the redemption of the transgressions under the first covenant, that those who are called may receive the promise of the eternal inheritance. Hallelujah. So I will read it in in Malayalam. മലയാളത്തിൽ ഞാൻ വായിക്കാവേ. 9-14-15. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. So remember this, the blood of Jesus Christ, cleanse your consciousness also from all dead works. മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോലും യേശുവിൻ്റെ രക്തം എന്ത് ചെയ്യും? കഴുകി നമ്മെ ശുദ്ധീകരിക്കും. So that means in your spirit you will get freedom when you say, Jesus, forgive my sin, wash me by your precious blood. യേശുവേ, അങ്ങ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ യേശുവിൻ്റെ രക്തം എന്ത് ചെയ്യാൻ തുടങ്ങും? ശുദ്ധീകരിക്കാൻ ദൈവാത്മാവ് ഇടയാക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ പരിവർത്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാനായി കഴിയും. Secondly, when you say, Jesus, be my Lord and my Savior, in your consciousness also becomes pure and sanctified. You will not be condemned anymore from your heart. There will not be any condemnation in your spirit. In your consciousness also will become very strong, and you will know that Jesus forgive my sins, and I am free, and I am free, and I am free. Hallelujah. നിങ്ങളുടെ ആത്മാവിനെ യേശുവിൻ്റെ രക്തം ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യം നൽകി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിയിലെ കുറ്റബോധങ്ങൾ, മനസ്സാക്ഷിയിലെ യോഗ്യതയില്ല എന്നുള്ള ചിന്തകൾ, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തകൾ, ദൈവഹിതമല്ലാതെ അടിഞ്ഞു കിടക്കുന്ന സകല ചിന്തകളെയും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് മാറ്റി നമ്മെ പുതുതാക്കി മാറ്റും. Just look to the cross right now by faith. Okay, by faith. യേശുവിൻ്റെ കാൽവരി ക്രൂശിനൊന്ന് നോക്കിയേ. The blood which came out from his body was the forgiveness of the sins of all humanity. He paid the penalty of sins. യേശു കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയാണ് തൻ്റെ മേലെന്ത് ചെയ്തത്? ഏറ്റെടുത്തത്. So you and I can be free from the clutches of the devil, from all the dirt from our spirit. And Jesus Christ washes all in our inside and out. And from inside he cleanses our life. നമ്മുടെ ആത്മാവിൽ യേശുവിൻ്റെ രക്തം എന്ത് ചെയ്യും? യേശുവിൻ്റെ കരം പ്രവർത്തിച്ച് ശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പുറത്തുള്ള മേഖലകളിൽ, ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് ദൈവസ്നേഹത്തെ വഹിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നു എന്നുള്ളതാണ്. Hallelujah. Hallelujah. And also remember, when you see the cross of Jesus Christ, as Jesus hung on the cross, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിങ്ങൾ നോക്കിയാൽ, ആ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് തൂങ്ങപ്പെട്ടവനായി നിൽക്കുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ രക്തം ഒഴുകുന്നു. ആ രക്തം നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനാണെന്ന് നമ്മൾ കണ്ടു. But at the same time, hallelujah, the broken body of Jesus Christ. Hallelujah. If you think the word of God, it says like
It was wounded. He was wounded for our transgressions to be forgiven. The bruises, his body became marred and bruises everywhere. യേശുവിൻ്റെ ശരീരത്തിൽ എന്തുവാണ്? ചാട്ടമാറടിയുടെ ആ വേദന, ആ ശരീരം ഉഴവ് ചാലുകൾ പോലെ കീറപ്പെട്ടു എന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. സോ വാട്ട് ഹി ബ്രോഡ് ത്രൂ ദാറ്റ് വൂൺസ്, യേശു കർത്താവ് എന്താണ് ആ മുറിവുകളിലൂടെ നമുക്ക് നൽകി തന്നതെന്നറിയാമോ? ഹി ബ്രോഡ് ടു us, the Bible says, by his stripes we were healed. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. And also the chastisement for our peace came upon him. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷയാണ് യേശുവിൻ്റെ മേലായത്. Hallelujah. So in your life, are you messed up with all that, all that worries and depression and struggles in your life? ജീവിതത്തിലെല്ലാം ദൈവഹിതമല്ലാത്തത് കൊണ്ട് നിങ്ങൾ മൂടപ്പെട്ടുവോ? Today the Lord Jesus Christ want to set you free. Do you want that free offering of Jesus Christ, the deliverance and healing and the presence of God in your life? യേശു കർത്താവ് നൽകുന്ന സൗജന്യമായ ദൈവിക വിടുതൽ, സമാധാനം, ദൈവിക സന്തോഷം പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറാണോ? So if you are ready today, let us pray together. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. So he will change from your heart. He will sanctify your heart. നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് വിശുദ്ധീകരിക്കും. He will fill your heart with his love. തൻ്റെ പരിശുദ്ധ സ്നേഹത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. So let us pray together. Dear Jesus, I thank you for everyone, those who are watching today's broadcast, oh Lord. ഇന്നത്തെ ദൈവവചന സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Lord Jesus, you stretch your mighty hand upon their life, I pray. Bless them, O Lord. Give them your grace. Pour your mercy upon their life. Let every one of your children know that you love them so much. And I believe you are doing great and mighty things for their life. I give you all the glory, honor, and praise. In Jesus' mighty name. Amen, amen, amen. So God bless you. So I gave in that description box that about our WhatsApp Bible classes, which we are giving as online. In English it is IST time, Indian Standard Time, in every Sunday evening 8 to 8:45 through WhatsApp. So you can join the WhatsApp group and you can be connected. Okay, I will accept you as a student, those who are willing to learn God's word. And also for the Malayalam അറിയാവുന്നവർക്ക് ബൈബിൾ ക്ലാസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നൽകിയിരിക്കുന്ന മലയാളം ബൈബിൾ ക്ലാസ്, നിങ്ങൾ മലയാളികൾക്കും എന്ത് ചെയ്യാം, ഇംഗ്ലീഷിലെ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ ബൈബിൾ ക്ലാസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യപൂർവ്വം കടന്നു വരിക, നിങ്ങൾക്കത് അനുഗ്രഹമായി മാറും. സോ I'm so glad, in the beginning little bit, when we started our live broadcast, there was some disturbance. You already saw some visual problems, but thank God gave grace to do it by his grace. God bless you, and God is with you. So don't forget to listen to God's word, and please join through WhatsApp group Bible classes as online. So in English Bible class, it is in every Thursday from evening 8 to 8:45. That is in Indian time. Okay, മലയാളത്തിലുള്ളവർക്ക് എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 8 മുതൽ 8:45 വരെയാണ് നിങ്ങൾക്കുള്ള മലയാളത്തിലുള്ള ബൈബിൾ ക്ലാസ് ഉള്ളത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെയുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകുകയാണ്. ഓക്കെ, സോ യു ക്യാൻ ഓൾസോ ലേൺ God's word. Okay,
So see you next time. God bless you. Bye bye. God bless you. Bye bye.